നമ്മുടെ AR റഹ്മാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, പാട്ടിന്റെ രാജാവ് തന്നെയാണ്, ഒരു സംശയവുമില്ല. കുറച്ച് നാൾ മുമ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ വന്ന് കുറച്ച് വിവാദമൊക്കെ ആയിരുന്നു. അവരൊക്കെ ഒരുപാട് പണക്കാരാണ്, ഒരുപാട് പണം ഉണ്ടായിട്ട് കാര്യമില്ല. ഭാര്യയ്ക്ക് വേണ്ടതൊന്നും കൊടുത്തില്ലെങ്കിൽ പിന്നെ അവർ പ്രതികരിക്കും എന്നുള്ള ലെവലിലൊക്കെ പോയിരുന്നു ആ ഒരു കേസ്. ഏതായാലും അദ്ദേഹം ഇപ്പോഴും പറയുന്നൊരു കാര്യം, ഇത് മീഡിയ വണ്ണിൽ വന്നാണ്. അധികാര മാറ്റമോ വർഗീയതയോ ആവാം, 8 വർഷമായി ബോളിവുഡിൽ അവസരം നഷ്ടപ്പെടുന്നതായി AR റഹ്മാൻ പറഞ്ഞു എന്നുള്ള തരത്തിലാണ് ഒരു വാർത്ത വന്നിരിക്കുന്നത്. 1991 മണിരത്നത്തിന്റെ റൊമാൻറ്റിക് ത്രില്ലറായ റോജയിലൂടെയാണ് AR റഹ്മാൻ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത് എന്നും അതിൻ്റെ അകത്തുണ്ട്. അതായത് റഹ്മാൻ ഈയിടെയായിട്ട് ബോളിവുഡിൽ നിന്നും കൃത്യമായിട്ട് വലിയ സംഭവമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തിരക്കെല്ലാം കുറഞ്ഞ് ഇപ്പം വീട്ടിലിരിപ്പാണ് എന്നാണ് തോന്നുന്നത്. അതുമാത്രവുമല്ല, ഈ റഹ്മാന്റെ ഒരു എന്താ പറയുക ഒരു വലിയ സംഭവം പണ്ട് കേരളത്തിൽ വരുമ്പോഴേ, അതായത് റഹ്മാനെ കാണാൻ വലിയ പ്രശ്നമാണ്, റഹ്മാന്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ പ്രശ്നമാണ്. കേരളത്തിൽ തന്നെയുള്ള ഒരു നിർമ്മാതാവ് പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് റഹ്മാനെ കാണാൻ വലിയൊരു കടമ്പ കടക്കുക തന്നെ വേണം. അത്രയും തിരക്കുള്ള, അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു പാട്ടുകാരനാണ്, ഒരു മ്യൂസീഷ്യനാണ്. അയാളുടെ ആ സ്വഭാവ രീതികളും കാര്യങ്ങളൊക്കെ നോക്കി വേണം അയാളെ കാണാൻ. എനിക്ക് അപ്പോൾ തന്നെ തോന്നിയിരുന്നു ഇത് അധികകാലമൊന്നും പോവില്ല. കാരണം ഇന്നത്തെ കാലത്ത് ആരാണ് അങ്ങനെ അടിയറ വെച്ച് നിൽക്കുന്നത്? ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പാട്ടുകാർക്ക് ഒരു ക്ഷാമവും ഇല്ല. അതായത് AR റഹ്മാൻ ശരിയാണ്, അദ്ദേഹത്തിന്റെ ആ മ്യൂസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ജയ് ഹോം എന്ന് പറയുന്നതൊക്കെ എല്ലാ പാട്ടുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹിറ്റിൽ പോയത് തന്നെയാണ്. പെരിയോനേ റഹ്മാനേ പെരിയോനേ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകളിലുണ്ട്. പക്ഷേ സ്വഭാവം നന്നായില്ലെങ്കിൽ പോയില്ലേ. എത്ര നല്ല പാട്ടുണ്ട്, എത്ര നല്ല ഇതുണ്ട്, പക്ഷെ ജനങ്ങൾക്കൊന്നും കാണാൻ കിട്ടുന്നില്ല. ഇല്ലെങ്കിൽ കാണണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത്ര ഇത് വേണം, ഒരു ഷോയ്ക്ക് കോടികൾ വേണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം എന്ന് പറയുമ്പോഴേ അവിടെ വില പോയില്ലേ. നമ്മൾ വിചാരിക്കുന്നത് എത്ര നാൾ കാത്തിരിക്കും. ഇപ്പം എനിക്ക് AR റഹ്മാനെ കാണണമെന്നുണ്ട്, പക്ഷെ ഒരു തരത്തിലൊന്നും പറഞ്ഞാൽ അങ്ങോട്ട് എത്തിപ്പെടാനോ അല്ലെങ്കിൽ കാണാനോ സാധിക്കില്ല എന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് എന്താ അങ്ങനെ കാണാൻ പോകത്തില്ല, അത് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇവരെയൊക്കെ ഓർക്കുന്നത് ഇപ്പോൾ ഓരോരോ പാട്ടിലൂടെയാണ്. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരുമായിട്ട് സംസാരിക്കുന്ന കാലമാണ്. അതായത് പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംസാരിക്കുന്ന കാലമാണ്. വലിയ വലിയ പണക്കാരുകൾ, വലിയ വലിയ ആൾക്കാർ, എങ്ങനെ റഹ്മാനെ പോലെയുള്ള ഒരുപാട് വലിയ വലിയ ആൾക്കാർ ഇപ്പോഴും നേരിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പാദിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിലൊക്കെയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പഴയ ആ ഒരു ഇത് എന്നാലും വരുമ്പോഴേ ഒരു 3-4 ബൗൺസർ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടികളെ പോലെയാണ് പിന്നെ പ്രേക്ഷകരെയൊക്കെ കാണുന്നത്. അങ്ങനെയൊക്കെ ആകുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു ഇഷ്ടം കുറയും. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഈ വാർത്ത വരുമ്പോഴാണ് ഞാൻ റഹ്മാനെ പറ്റി ഓർത്തത് തന്നെ. ഇങ്ങനെ എത്ര പേരുണ്ട്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു പാട്ട് വന്നാൽ വരെ ഇദ്ദേഹത്തിന്റെ റോജ എന്ന് പറയുന്ന സിനിമയിലെ ആദ്യത്തെ വരവ് നമുക്ക് എല്ലാവർക്കും അറിയാം, ആ പാട്ടിന്റെ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും ആ പാട്ട് വരുമ്പോൾ കൂടി നമ്മൾ ആരും റഹ്മാനെ ഓർക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റഹ്മാൻ വളർന്നു, റഹ്മാൻ ഭയങ്കരമായിട്ട് വളർന്നു. അത് റഹ്മാന്റെ വീടും അതുപോലെ തന്നെ റഹ്മാന്റെ ബാങ്ക് ബാലൻസും കൂട്ടി എന്നല്ലാതെ ജനങ്ങളുടെ അടുത്ത് വട്ടപൂജ്യമായി മാറി, പ്രേക്ഷകരുടെ അടുത്ത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രേക്ഷകരുടെ അടുത്ത് റഹ്മാൻ വട്ടപൂജ്യം. അതായത് ഒരു സാധാരണ പ്രേക്ഷകനെ റഹ്മാനെ കാണാൻ കഴിയില്ല. എന്താണ് ഇവർക്കൊക്കെ ഇത്ര വലിയ ഇത്? ഒരു സാധാരണ പ്രേക്ഷകൻ ഇവരെ കണ്ടു എന്ന് കരുതിയാൽ, ഇല്ലൊന്ന് ഷെയ്ക്കാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇല്ല അവരെ നോക്കി ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളതെന്ന് എനിക്ക് മാത്രം പിടികിട്ടുന്നില്ല. അതായത് ചില നടന്മാർ, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള ഒരുത്തനെയും നമ്മൾ കാണാൻ പോകരുത്, ഒരുത്തനെ പോലും കാണാൻ പോകരുത്. നമ്മളൊക്കെ തനിയെ കാണാൻ പോകാതിരുന്നു കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ മാർക്കറ്റ് പോകും, അത്രയേ ഉള്ളൂ. ഇപ്പൊ റഹ്മാനും സംഭവിച്ചത് അത് തന്നെയാണ്. റഹ്മാന്റെ മാർക്കറ്റ് ഇടിയാൻ കാരണം എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താ വെച്ചാൽ ഇതുപോലെ മറ്റുള്ളവർക്ക് മുഖം കൊടുക്കാതെയും, ഞാൻ പറഞ്ഞില്ല ഇവിടത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും രജനീകാന്ത് ആയാലും ഇവരുടെയൊക്കെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരാണ്. കുറച്ച് നാൾ മുമ്പ് നമ്മളെ രജനി അണ്ണൻ, അതായത് രജനീകാന്ത് ഇപ്പൊ കോഴിക്കോട് പിന്നെ ഇത് ഇവിടെ വന്നിരുന്നു, കോഴിക്കോട് പിന്നെ ഷൂട്ടിന്. ആ ഷൂട്ടിങ്ങിനെ വന്ന് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം എല്ലാവർക്കും കൈകൊണ്ടാക്കിയിട്ട് വളരെ സ്നേഹത്തോട് കൂടിയിട്ട്, അതായത് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ ഒരു ഡോറിനെ ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അങ്ങോട്ടൊന്നും നോക്കി എല്ലാവരോടും കൈകൊണ്ട് കാണിച്ചു. അതിനെ കൊണ്ട് അദ്ദേഹത്തിന് ഒരു നഷ്ടവും വരാനില്ല. എല്ലാവർക്കും സന്തോഷമായി, രജനീകാന്ത് ഞങ്ങളെ കൈകൊണ്ട് കാണിച്ചു എന്ന്. നേരെ മറിച്ച് AR റഹ്മാൻ എവിടെയെങ്കിലും വന്ന് പോകുമ്പോൾ അതുപോലെ ഒന്നും ചെയ്യോ? ഒരിക്കലും ചെയ്യില്ല.
എല്ലാം കൊട്ടിയടച്ചിരിക്കുന്ന ഗ്ലാസ്സുകളിൽ റഹ്മാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തോടു കൂടി നിന്നിട്ടുണ്ട്. പണ്ട് 24-ന്റെ നമ്മുടെ ശ്രീകണ്ഠൻ നായർ റഹ്മാന്റെ ഒരു ഷോ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ടിക്കറ്റ് എടുത്തു. പിന്നീട് മഴ മൂലം ആ ഒരു ഷോ മാറ്റി വെക്കുകയാണ് ചെയ്തത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ റഹ്മാനൊക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഭയങ്കരമാണ്. പക്ഷെ അങ്ങനെ ഇന്നിപ്പോൾ റഹ്മാനെ കാണാൻ ആർക്കും താല്പര്യമില്ല. അതാണ് പ്രശ്നം. റഹ്മാനെ കാണണ്ടായിരിക്കും. എന്തിനു കാണണം എന്നാ എല്ലാവരും ചോദിക്കുന്നത്. അയാളെക്കാട്ടിയും വലിയ പാട്ടുകാരില്ലേ, അയാളെക്കാട്ടിയും സ്റ്റേജ് ഇളക്കി മറിക്കുന്നവർ ഇന്ന് വന്നു. അപ്പൊ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വലിയ ഭാവങ്ങൾ അതൊന്നും ജനങ്ങൾ ഇന്ന് ഇഷ്ടപ്പെടുന്നില്ല. ജനങ്ങൾക്ക് ഇന്ന് വേണ്ടത് എന്താ പറയുക, സിമ്പിളായിട്ട് അവരുടെ ഇടയിൽ കടന്ന് പ്രവർത്തിക്കുന്ന ആളെയാണ് ഇന്നത്തെ തലമുറ. അതാണ് ആവശ്യപ്പെടുന്നത്. അല്ലാതെ പണ്ടത്തെ പോലെ മസിലും പിടിച്ചിട്ടിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഞാൻ വലിയൊരാളാണ് എന്ന് പറഞ്ഞാൽ സിനിമയിൽ മാത്രമായി പോവും. ഇപ്പൊ ഈ പാട്ട് പെരിയോനേ റഹ്മാനേ പെരിയോനേ, ഈ പാട്ട് പാടുമ്പോഴാണ് ചില ആൾക്കാർ ഇത് റഹ്മാൻ ചെയ്തതാണോ എന്ന് പോലും ഓർക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഈ ബേർഡനും ഇടവനല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലുക. ജനങ്ങളാണ് നമ്മുടെ അന്നം. ജനങ്ങളുടെ ആ തുച്ഛമായ നോട്ടുകൾ, ഞാൻ വലിയ വലിയ ആൾക്കാർ, ഇപ്പൊ റഹ്മാനൊക്കെ പറയുന്ന പോലെ അദ്ദേഹത്തെ കാണണമെങ്കിൽ വലിയ വലിയ ആൾക്കാർക്ക് മാത്രമേ കഴിയുള്ളൂ. പക്ഷെ ഈ വലിയ വലിയ ആൾക്കാരാണോ ശരിക്കും റഹ്മാന്റെ സിനിമ കാണുന്നത്? റഹ്മാന്റെ പാട്ട് ആസ്വദിക്കുന്ന ആരാണ്? ഇവിടെയുള്ള അത്താഴ പ്രശ്നിക്കറാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിപ്പോ മോഹൻലാലിനും മമ്മൂട്ടിക്കും രജനീകാന്തിനൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്താണെന്നറിയില്ലേ, അതായത് വലിയ വലിയ പണക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ കുത്തിയിരുന്ന് അവർക്ക് സമയമുണ്ടെങ്കിൽ ഒരു സിനിമ കാണും എന്നല്ലാതെ സ്ഥിരമായിട്ട് സിനിമ കാണുന്നത് പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ തന്നെയാണ്. അവനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. അവൻ്റെ അടുത്താണ് നമ്മൾ കൈകൂപ്പേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരുടെ അടുത്തല്ല. അവനൊന്നും 10 പൈസ മുടക്കിയിട്ട് സിനിമ കാണൂല. ഇപ്പൊ തന്നെ എന്ന് പറഞ്ഞാൽ മമ്മൂക്കൻ്റെ കളങ്കാവിലെ സിനിമ ഇവിടെ എത്ര വലിയ വലിയ VIP കണ്ടിട്ടുണ്ടാവും. ഇനി കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ ഉമാരൊക്കെ CD കണ്ടിട്ടുണ്ടാവുക. ഇനി അഥവാ അങ്ങനെ കാണുന്നിടയ്ക്ക് തന്നെ ഫ്രീ ആയിട്ട് എന്ന് പറയുന്നത് എവിടെയെങ്കിലും വരണം, അപ്പോഴേ കാണുള്ളൂ. അല്ലാതെ പൈസ മുടക്കിയിട്ട് അന്നത്തെ ദിവസം തള്ളുണ്ടാക്കിയിട്ട് ഈ പടം കാണുന്ന ആരാ? സാധാരണക്കാരനാണ്. അവനെയാണ് നിങ്ങൾ സൽക്കരിക്കേണ്ടത്. നിങ്ങളുടെ വീട്ടിലൊരു ചടങ്ങ് വന്നു കഴിഞ്ഞാൽ അവനെയാണ് നിങ്ങൾ സൽക്കരിക്കേണ്ടത്. അവനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ അവിടെ വരുന്ന VIP-കൾക്കല്ല. ഇവിടെ പല കല്യാണങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറേ VIP-കളെ കയറ്റിയിട്ട് നല്ലോണം മിഷ്ടാന ഭോജനം കൊടുക്കുന്നതാണ്. ആ ഭോജനം അവനല്ല അർഹതപ്പെട്ടത്. നിങ്ങളാക്കിയത് ആ ഒരു വലിയ ഒരു കൂട്ടമുണ്ടല്ലോ, ആ ഒരു കൂട്ടം തന്നെയാണ്. അവരെയാണ് നിങ്ങൾ ബഹുമാനിക്കേണ്ടത്. റഹ്മാന് സംഭവിച്ചതാണ്. റഹ്മാൻ നല്ല പാട്ടുകാരനാണ്, നല്ല മ്യൂസീഷ്യനാണ്, നല്ല പൈസ വാങ്ങിക്കുന്ന ആളാണ്. പക്ഷേ റഹ്മാന് പൊതുജനങ്ങളുമായിട്ട് ബന്ധമില്ലാതായിപ്പോയി. അതോടുകൂടിയിട്ട് എന്ന് പറഞ്ഞാൽ റഹ്മാനെ ആരും ഓർക്കാതായി. റഹ്മാന് ചാൻസുകൾ കുറഞ്ഞു. പിന്നെ ചില ആൾക്കാർ പറയുന്നത് ബോളിവുഡിൽ വിളിക്കാത്തത് ഹിന്ദിയെ കുറ്റം പറഞ്ഞുകൊണ്ടാണ്. അതായത് ഹിന്ദി എനിക്ക് தெரிയാതെ എന്നൊക്കെ പറഞ്ഞു എന്നാണ്. ഏതായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, റഹ്മാൻ മലയാളിയാണ്. മലയാളം നല്ല രീതിയിൽ വഴങ്ങുന്നയാളാണ്. പക്ഷേ റഹ്മാൻ മലയാളത്തിൽ സംസാരിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. സംസാരിക്കാറുണ്ടാകും. പക്ഷെ റഹ്മാൻ ഇനിയും തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ സിംഗർ വേദിയിലൊക്കെ വരണം. അതേപോലെയുള്ള വേദിയിലേക്ക് വരണം, ഇറങ്ങി വരണം. ഞാൻ വരാം. അല്ലാതെ വിളിക്കാൻ പോകുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോർ 3 കോർ 4 കോർ 5 കോർ എന്നൊക്കെ പണ്ടൊരു നിർമ്മാതാവ് പറയുന്നുണ്ട് മലയാളത്തിൽ. നമ്മൾ അപ്പച്ചൻ ചേട്ടനാണെന്നാണ് തോന്നുന്നത്. അതായത് ഏതൊരു സിനിമക്ക് വേണ്ടിയിട്ട് പോയപ്പോഴേ 1 കോടി ഉണ്ടെങ്കിൽ ഞാൻ ഒരു പാട്ട് ചെയ്യുന്നു അങ്ങനെ എന്തോ പറഞ്ഞിരുന്നു. നമ്മളെ കാറ്റാണെങ്കിൽ പോടെ എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞു വരും. കാരണം എന്തിനധികം. പക്ഷേ ഇദ്ദേഹത്തിന് എന്തോ ഭയങ്കരമായിട്ട് വേണം എന്നുള്ള നിർബന്ധം തന്നെ. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന്മാർ ആരായി കഴിഞ്ഞാലും ശരി, പൊതുജനങ്ങളുമായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഇടപാട്, അത് തന്നെയാണ് നിങ്ങളുടെ വിജയം എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ വ്യക്തി ജീവിതത്തിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അവിടെയും റഹ്മാന് പരാജയം തന്നെയായിരുന്നു. റഹ്മാന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കേട്ടതാണ്. അതുകൊണ്ട് ഇനിയും തന്നെ എനിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട AR റഹ്മാനോട് പറയാനുള്ളത്, നിങ്ങൾ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അവരുമായിട്ട് നിങ്ങൾ കണക്ട് ആകണം. അപ്പോൾ മാത്രമേ കൂടുതൽ നിങ്ങൾ വില വെക്കുകയുള്ളൂ മനുഷ്യന്മാർ. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ വരാം. ബൈ ബൈ.